ഹലോ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മിക്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി പ്രിൻറ്റുകൾ നമ്മൾ ഈ ഒരു കളക്ഷനിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് പൊട്ടും സമയം കളയാതെ കളക്ഷൻസ് കാണാം. ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രിൻറ്റുകൾ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അതുപോലെ ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒക്കെ ഇതിൽ നിന്നും എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 42 ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. റേറ്റ് വരുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ പെർ മീറ്റർ 85 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഇത് കോട്ടൺ മിക്സിൽ വരുന്ന മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ അല്ല. കോട്ടൺ മിക്സ് നമ്മൾ പ്യുവർ കോട്ടനെ അപേക്ഷിച്ച് അത്രയും തിക്നെസ് ഉണ്ടാവില്ല, കുറച്ച് തിക്നെസ് കുറവായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. പക്ഷേ ഇടാൻ വളരെ കംഫർട്ടബിളാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. മാത്രമല്ല പ്യുവർ കോട്ടനേക്കാൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പ്ലീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ പോലും വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കോട്ടൺ ആകുമ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്താലൊക്കെയാണ് കുറച്ചും കൂടെ ഭംഗിയിൽ കിടക്കുക. ഇതാകുമ്പോൾ നമുക്ക് അയൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ റേറ്റ് ഒന്നുകൂടെ പറയുകയാണ്, 85 രൂപ മാത്രമാണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. പിന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾ അറിയിക്കും. ചില ഐറ്റംസ് അല്ലെങ്കിൽ ചില പ്രിൻറ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം വീഡിയോ കാണുന്നവർ മെസ്സേജ് അയയ്ക്കുക. ചിലപ്പോൾ പേയ്മെൻറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ളൊരു വീഡിയോ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ചിലപ്പം സ്റ്റോക്ക് അവൈലബിൾ ആവണം എന്നില്ല. അപ്പോൾ അവരതുകൊണ്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് അതിനനുസരിച്ച് അവർ ബില്ല് ചെയ്ത എമൗണ്ട് പറയും. അതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. ഗൂഗിൾ പേയോ ഫോൺ പേയോ ഇനിയിപ്പോൾ ബാങ്ക് ട്രാൻസ്ഫറോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് അവർ തരും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും. പേയ്മെൻറ്റ് ചെയ്ത ഓർഡറിലാണ് നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ടാവുക. വിത്തിൻ 1 വീക്കാണ് നമ്മൾ പറയുന്നത്. 1 വീക്കിനുള്ളിലായിട്ട് നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് നമ്മുടെ ഐറ്റംസ് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേണം എന്നുള്ളവർ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകിട്ടാവട്ടെ പിന്നെയാവട്ടെ എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു 2-3 വീഡിയോയ്ക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മൾ ഫ്ലെക്സ് കോട്ടൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടത്. അതിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം ബിഗിനേഴ്സാണ്, നമ്മൾ തുടങ്ങി കുറച്ചേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് എടുത്ത് സ്റ്റോക്ക് ചെയ്യാറില്ല. നമ്മൾ അത്രയും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പതുക്കെ നമുക്കത് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വളരെ മിനിമലായിട്ടൊരു 10 to 15 ആ ഒരു ക്വാണ്ടിറ്റി ഓരോ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ട് ചിലപ്പോൾ കാണുന്ന സമയത്ത് ഞാൻ പറയുന്ന പോലെ തന്നെ മെസ്സേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ വീഡിയോ കാണുന്നത് ലേറ്റായിട്ടായിരിക്കാം, ഏത് കണ്ടീഷനായാലും. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന 10-15 പേര് മെസ്സേജ് ചെയ്തു ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുശേഷം മെസ്സേജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പം പല കസ്റ്റമേഴ്സിനും അത് ഇഷ്ടപ്പെടായികയുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ലോയലായിട്ട് സ്നേഹത്തിൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പറയുന്നത് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരു 10 to 20% ആളുകൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറേ ദിവസത്തിന് മുന്നേ ഇതുപോലെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത്, അതായത് നമ്മൾ ഉച്ചയ്ക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്, രാത്രി ഒരു 10:30 ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. പിറ്റേ ദിവസമാണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഔട്ടാണെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ ചൂടായി. അതായത് കസ്റ്റമർ പറയുന്നത് 2 പ്രൊഡക്ട്സ് വെച്ചിട്ടാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്നാണ്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, 12 മണി 1 മണി ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 6 മണി 7 മണി വരെ ഒരു വർക്കിംഗ് ടൈം കൂട്ടി, ഒരു ആവറേജ് വർക്കിംഗ് ടൈം കൂട്ടിയാലും ഒരു 5-6 മണിക്കൂറോളമാണ് നമുക്ക് അതിനിടയിൽ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നത് 1-2 പേരായിരിക്കില്ല, ചിലപ്പോൾ കുറച്ചധികം പേര് കാണുന്നുണ്ടാവാം. അപ്പോൾ അവരിൽ നിന്നൊരു 10-15 പേർക്ക് ഒരു പ്രൊഡക്റ്റ് കണ്ടു, ഇഷ്ടപ്പെട്ടു, അവർക്ക് ഓർഡർ ചെയ്യണം എന്ന് തോന്നിയാൽ ആദ്യം വരുന്ന 15 ഓർഡേഴ്സ് അല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഒരേപോലെയാണ്. കാരണം നമ്മൾ ആരെയും പേഴ്സണലി കണ്ട് പരിചയത്തിൻ്റെ പേരിൽ ഓർഡർ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതല്ല.
എല്ലാവരും വീഡിയോസ് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഈക്വലാണ്. അപ്പോൾ ആദ്യം വരുന്ന ഓർഡേഴ്സ് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കസ്റ്റമർ ആ രീതിയിലായിരുന്നു പ്രതികരിച്ചത്. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ സ്റ്റോക്ക് ഔട്ടായി എന്നുള്ളത് അതിനകത്ത് എന്താ തെറ്റെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കസ്റ്റമർ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത് കേട്ടോ. അതുപോലെ ചുരുക്കം ചില കസ്റ്റമേഴ്സ് ഉണ്ട് നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവർ. പക്ഷേ ഭൂരിഭാഗം പേരും ഒരു 80-90% ആളുകളും വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സാഹചര്യം മനസ്സിലാക്കി അത് കുഴപ്പമില്ല ഓക്കെ എന്ന് പറയുന്നവരും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടൺ ഫ്ലെക്സിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് 2 ദിവസം കൊണ്ടാണ് നമ്മുടെ കംപ്ലീറ്റ് മെറ്റീരിയൽസും സ്റ്റോക്ക് ഔട്ട് ആയത്. ഇന്നലെ വരെ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മെസ്സേജസ് അയച്ച കസ്റ്റമേഴ്സ് ഉണ്ട്. അവരോടൊക്കെയും ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയേണ്ട ഒരു ഗതികേടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലെ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളത് കരുതി ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ട് ഒരു പക്ഷേ അത് സെയിലായില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് വളരെ ലിമിറ്റഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ. അപ്പം പതുക്കെ നമുക്കതിനെ കൂട്ടി കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് അല്ലെങ്കിൽ ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ കോട്ടൺ മിക്സിൻ്റെ മെറ്റീരിയലിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് 20 മീറ്റേഴ്സിൻ്റെ ഓർഡർ തന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരേ സെയിം പ്രിൻ്റ് തന്നെ 20 മീറ്റേഴ്സ് വെച്ച് 2 പ്രിൻ്റുകൾ ഓർഡർ ചെയ്തൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അതുപോലെ 2 പ്രിൻ്റുകൾ 5 മീറ്റർ വീതം വാങ്ങിച്ച കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 10-15 എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി മാറും. മനസ്സിലായില്ലേ? 4 പേർക്ക് അല്ലെങ്കിൽ 8 പേർക്കൊക്കെ കൊടുക്കാനുള്ള മെറ്റീരിയൽ 8 പേര് നമ്മൾ 2.5 മീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ 10 പേർക്കും 15 പേർക്കും എന്നുള്ളത് അലോട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. 25 മീറ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. 25-30 അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഒരു 20 മീറ്റർ ഒരു കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം എല്ലാവർക്കും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇനിയെങ്കിലും നമുക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പം വീഡിയോയിലുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. വേറെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് വീഡിയോ ഫുള്ള് കാണില്ല, നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിക്സ് എല്ലാം ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വീഡിയോ കാണാതെ 1-2 എണ്ണം കണ്ടിട്ട് വീഡിയോ മുഴുവൻ കാണാനുള്ള മടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ പറയുന്നത്. കസ്റ്റമേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഫോട്ടോസ് ഇട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ അത് നമുക്കൊരു എക്സ്ട്രാ ശരിക്കും പറഞ്ഞൊരു അഡീഷണൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഒത്തിരി മെസ്സേജസ് നോക്കാനുണ്ടാവും. അതിനിടയ്ക്ക് നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്തു, പിന്നെ അവരതിൻ്റെ അവൈലബിലിറ്റി ചോദിച്ച്, അങ്ങനെ അത് കുറച്ചൊരു സമയം കൂടുതലെടുക്കുന്ന ഒരു പരിപാടി കൂടി. അങ്ങനെയും കൂടെ വരുമ്പോഴും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാ കളക്ഷൻസും കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സമയം ലാഭമാണ്, നമുക്കും സമയം ലാഭമാണ്. അത്രയും ഗ്യാപ്പ് അല്ലെങ്കിൽ അത്രയും സേവ് ചെയ്യുന്ന സമയം കൊണ്ട് വേറെ 2 മെസ്സേജസ് നോക്കാനുള്ള ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, കോട്ടൺ മിക്സാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. വിഡ്ത്ത് ഒരു 40-42 ആ ഒരു റേഞ്ചിലാണ് വിഡ്ത്ത് വരിക. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പെർ മീറ്റർ 85 രൂപ മാത്രമാണ്. സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ചെയ്യണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.